ദേവീ ശരണം അമ്മേ, ഏതെല്ലാം വക്രമാർഗം കരുതി വരുമിവർ, ഞാനറിഞ്ഞിലയമ്മേ. ചേതസ്സിൽ ഭീതിയുണ്ടീരിപുനിവഹമുടൻ പോക്കുമെന്നോർപ്പു നിത്യം യാതൊന്നും തന്നെ കാണാനറിവു പകരുവാനീ എനിക്കാരുമില്ലൻ മാതാവേ. കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യ പാരായണ പരമ്പരയുടെ ഇന്നത്തെ സദസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം സപ്തമസ്കന്ധം 40-ാമത്തെ അധ്യായം. ഈ സപ്തമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായം കൂടിയാണിത്. അതാണ് നമ്മൾ അവലോകനം ചെയ്തു വരുന്നത്. ബ്രഹ്മപൂജനം വിധികൾ, പരാശക്തിയെ എപ്രകാരമാണ് പൂജിക്കേണ്ടത് എന്നുള്ളതിനെ ദേവി പറഞ്ഞു തരുന്നു. ആസനത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ആസനത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തതിന് ശേഷം ആവാഹനം, അർഘ്യം, പാദ്യം, ആചമന്യം, സ്നാനത്തിന് ശേഷം വസ്ത്രങ്ങൾ, ഭൂഷണങ്ങൾ, സുഗന്ധം, പുഷ്പങ്ങൾ മുതലായവ ഭക്തിപൂർവം യഥായോഗ്യം കഴിവിനനുസരിച്ച് സമർപ്പിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ആ മനസ്സിൽ വന്ന ചൈതന്യ രൂപത്തെ തൻ്റെ മുമ്പിലിരിക്കുന്നതായിട്ടുള്ള ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ ബാഹ്യകരണ പൂജകളാണ്. ഇത് അന്ധകരണ പൂജകളല്ല, ബാഹ്യകരണ പൂജകൾ. ആ പീഠത്തിൽ ആസനം കൊടുത്ത് ദേവിയെ ആവാഹിച്ച്, മൂലമന്ത്രത്തോടു കൂടി ആവാഹിച്ച് പ്രതിഷ്ഠ ചെയ്യുക. പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം ആസനം കൊടുത്തു. അതിനുശേഷം കൊടുക്കേണ്ടതാണ് ഈ അർഘ്യം, പാദ്യം, ആചമനം മുതലായവ. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ശംഖില് വെള്ളമെടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും മന്ത്രം ജപിച്ചിട്ട്. അർഘ്യം, പാദ്യം, ആചമന്യം, അത് കഴിഞ്ഞിട്ട് സ്നാനം. ഇതൊക്കെയാണ് ആ മന്ത്രങ്ങൾ. അല്ലെങ്കിൽ തന്ത്രമാർഗ്ഗമാണെങ്കിൽ തന്ത്രമാർഗത്തിലൂടെ അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ വസ്ത്രമുടുക്കും എന്നതുമാതിരി വസ്ത്രസമർപ്പണം ചെയ്യുക, വസ്ത്രമുടിപ്പിക്കുക ദേവിയെ. പിന്നെ ആടയ്ക്ക് ശേഷം ആഭരണങ്ങൾ, ഭൂഷണങ്ങൾ ഒക്കെ ധാരാളം കഴിവിനനുസരിച്ചിട്ട് സമർപ്പിക്കുക. സുഗന്ധം മുതലായിട്ടുള്ളത്, ചന്ദനം, കുങ്കുമം, കസ്തൂരി മുതലായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം സമർപ്പിക്കുക. പുഷ്പങ്ങൾ, പുഷ്പമാലകൾ, പല വിധത്തിലുള്ള നല്ല സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ടുള്ള മാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴുത്തിൽ അണിയിക്കേണ്ടത്, കഴുത്തിലെ മുല്ലപ്പൂമാലയൊക്കെ തലയിൽ ചൂടേണ്ടതാണെങ്കിൽ തലയിൽ ചൂടുക. ഇതെല്ലാം ചെയ്യാം. ഇതൊക്കെ ഭക്തിയോട് കൂടിയിട്ട് ശക്തിക്കനുസരിച്ച്, കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്യാമെന്നാണ് പറയണത്. ഇതൊക്കെ ചെയ്തതിന് ശേഷം യന്ത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഭരണ ദേവതകളെ യഥാവിധി പൂജിക്കണം. അപ്പോൾ ശ്രീചക്ര പൂജാവിധികൾ, മറ്റുള്ള ദേവതകൾ ഉണ്ട്. ആ ദേവതകളെയെല്ലാം പൂജിക്കണം. ഇത് ദിവസേന ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറയണത് ശുക്രവാരോ നിയമ്യതേ എന്നാണ്. അതായത് ദേവിയുടെ പൂജയായത് കാരണം കൊണ്ട് ശുക്രവാരം, വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ച തോറുമെങ്കിലും ചെയ്യണം എന്ന് പറയാണ്. അതിനുശേഷം മൂലദേവിയുടെ പ്രഭാരൂപങ്ങളായ ദേവതകളെയൊക്കെ സ്മരിക്കണം. ത്രൈലോക്യം മുഴുവൻ ആ പ്രഭാപടലം വ്യാപിച്ചിരിക്കുന്നതായിട്ട് ഭാവന ചെയ്യണം. ഇങ്ങനെ
ആ ദേവതകളൊക്കെ യഥാസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് ധ്യാനിച്ചിട്ട് സാവരണയും സായുധയും ശക്തിസ്വരൂപിണിയും ആയിട്ടുള്ള മൂലദേവിയെ, ഭുവനേശ്വരിയെ ഗന്ധം തുടങ്ങിയവ കൊണ്ട്, സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ടൊക്കെ പൂജിക്കണം. അതായത് അർച്ചിക്കണം. അതിപ്പോൾ നമ്മൾ ലളിതാ സഹസ്രനാമ അർച്ചന, അഷ്ടോത്തര അർച്ചന, ദേവി അഷ്ടോത്തരം, ദേവി സഹസ്രനാമം, അങ്ങനെ ഒരുപാട് അഷ്ടോത്തരങ്ങളും അതേമാതിരി തന്നെ സഹസ്രനാമങ്ങളും ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചിട്ട് ഒക്കെ. ഇപ്പം നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ വൈകിട്ട് ദേവി പൂജകളൊക്കെ ചെയ്യാറ് പതിവുണ്ടല്ലോ, ഭഗവതി സേവ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്തൊക്കെ സാധാരണ ലളിതാ സഹസ്രനാമം, അതൊന്നുകിൽ സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ അത് സഹസ്രനാമ അർച്ചനയായിട്ടൊക്കെ ചെയ്യാറ് പതിവുണ്ട്. ഒക്കെ അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം. പിന്നീട് നൈവേദ്യം, ദേവിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള പായസം മുതലായിട്ടുള്ളത്, ഫലങ്ങൾ, നമ്മുടെ ശക്തിക്കൊത്തവണ്ണം എല്ലാം നൈവേദ്യം സമർപ്പിക്കാം. താമ്പൂലം, താമ്പൂലം എന്ന് പറയണത് വെറ്റില അടയ്ക്ക, അതിനെയാണ് താമ്പൂലം എന്ന് പറയുക. പിന്നെ ദക്ഷിണ തുടങ്ങിയവ കൊണ്ട് ദേവിയൊക്കെ അർപ്പിച്ചിട്ട് ദേവിയെ സന്തോഷിപ്പിക്കണം എന്ന് പറയാണ്. ദേവി പ്രത്യക്ഷമായപ്പോൾ ഹിമവാൻ രചിച്ച് സ്തുതിച്ച സഹസ്രനാമം കൂർമ്മപുരാണത്തിൻ്റെ 12 അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ സഹസ്രനാമവും വേണമെങ്കിൽ അവിടെയും ഈ കഥകൾ വരുന്നുണ്ട്. അപ്പോൾ ഹിമവാൻ ദേവിയെ തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് ദേവി പ്രത്യക്ഷമായപ്പോൾ ദേവിയെ ഹിമവാൻ സ്തുതിച്ച് സഹസ്രനാമം കൊണ്ട് സ്തുതിച്ച ആ സഹസ്രനാമം കൂർമ്മപുരാണത്തിലെ 12ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട് എന്ന് പറയണു. അത് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ അർച്ചന ചെയ്യാം. തന്ത്രാദി ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള അഹം രുദ്രേഭി എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ദേവീ സൂക്തം കൊണ്ട് ദേവിയുടെ അഥർവശിരസ് എന്ന പേരുള്ള സർവേ വൈ ദേവാദേവീം ഉപതസ്ഥു എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഹൃല്ലോകന ഉപനിഷ മന്ത്രം കൊണ്ട്, മഹാവിദ്യ മഹാമന്ത്രം കൊണ്ട് സ്തുതിച്ച് ദേവിയെ പ്രസാദിപ്പിക്കാം. ക്ഷമാപണ സ്തോത്രം ചൊല്ലി ജഗജ്ജനനിയോട് ഇവിടെ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് ഗൽഗത സ്വരത്തോടെയൊക്കെ ക്ഷമാപണം ചെയ്യണം എന്നൊക്കെയാണ് പറയണത്. അത് സാധാരണ ഒരു മന്ത്രമൊക്കെ ജപിച്ച് ചെയ്യാറുണ്ട്. ആവാഹനം ന ജാനാമി പൂജനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, നമ്മളെന്തൊക്കെ തന്നെ ചെയ്താലും അതൊക്കെ കുറവ് തന്നെയല്ലേ. അതിൽ പല പാകപ്പിഴകൾ, പിശകുകൾ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ക്ഷമാപണം ചോദിക്കുക. പിന്നീട് നൃത്തം, ഗീതം, വാദ്യം തുടങ്ങിയവ എല്ലാം കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാം. വേദങ്ങൾ, പുരാണങ്ങൾ ഒക്കെ പാരായണം ചെയ്യുക. കാരണം വേദ പുരാണ ശാസ്ത്രാദികളിലൊക്കെയുള്ള ആ പരമമായിട്ടുള്ള സത്യം